കാസർഗോഡാണ്. അവിടെ വീടിന്റെ മതിൽ ഇടിഞ്ഞ് വീണ് 2 കുട്ടികൾക്ക് ദാരുണാന്ത്യം സംഭവിച്ചത് എന്ന വാർത്ത അല്പസമയം മുമ്പ് വന്നത്. ഇന്നലെ നമുക്കറിയാം മറ്റൊരു സ്കൂളിൽ വലിയ മതിൽ ഇടിഞ്ഞു വീടിരുന്നു. അന്നലും നമ്മൾ പറഞ്ഞതാണ് വിദ്യാർത്ഥികൾ ക്ലാസ്സിലായതുകൊണ്ട് വലിയ ഭാഗ്യം, വലിയ ആശ്വാസമായി. പക്ഷേ ഇന്നിപ്പോൾ ആ ആശ്വാസമൊക്കെ മാറുന്നു. 2 കുട്ടികൾക്ക് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുകയാണ് കാസർഗോഡ് ആദൂരിൽ. പ്രദീപ് നാരായണൻ അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി തത്സമയം നമ്മോടൊപ്പം ചേരുകയാണ്. പ്രദീപ്, സങ്കടകരമായ വാർത്തയാണ് ഈ കഴിഞ്ഞ മിനിറ്റുകളിൽ പുറത്തു വന്നത്. കാസർഗോഡ് അവിടെ ശക്തമായ മഴയുണ്ട്. അതിനിടെയാണ് വീടിന്റെ മതിലിടിഞ്ഞ് വീണ് ഈ അപകടമുണ്ടായത്. 2 കുട്ടികൾക്ക് മരണം സംഭവിച്ചിരിക്കുന്നു. എന്താണ് ഉണ്ടായത് അവിടെ? പ്രദീപിലേക്ക് എത്താം. മറ്റൊരു വാർത്ത കോഴിക്കോട് നിന്ന് വരികയാണ്. അജി കുഞ്ഞുമോൻ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തയാണ്. കോഴിക്കോട് കുറ്റ്യാടിപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് അമ്മ മരിച്ചു എന്നാണ് വാർത്ത. രമ്യ സുധീഷാണ് അവിടെ മരിച്ചത്. കാൽവഴുതി ഒഴുക്കിൽപ്പെട്ട കുട്ടിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഈ അപകടം ഉണ്ടായത്. ഒഴുക്കിൽപ്പെട്ട 5 വയസ്സുകാരെ കണ്ടെത്താനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. അങ്ങനെ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മഴ ശക്തമാകുമ്പോഴുള്ള അപകടങ്ങളുടെ വാർത്തകളാണ് വന്നുകൊണ്ടേയിരിക്കുന്നത്. അജി കുഞ്ഞുമോൻ അതിന്റെ വിവരങ്ങളുമായി ചേരുകയാണ്. അജി, സങ്കടകരമായ വാർത്തയാണ് കോഴിക്കോട് കുറ്റ്യാടിയിൽ നിന്നും ഇപ്പോൾ ലഭിക്കുന്നത്. അമ്മയും കുഞ്ഞും ഒഴുക്കിൽപ്പെടുന്നതിൽ അമ്മ മരിച്ചു എന്ന വാർത്ത വന്നു. ഇപ്പോൾ കുട്ടിക്കായുള്ള തിരച്ചിൽ അവിടെ നടക്കുന്നു. വിവരങ്ങൾ എന്താണ്? കുറ്റ്യാടിപ്പുഴയിൽ ഇന്ന് വൈകിട്ടാണ് പ്രജിൻ അതിദാരുണമായ ഈ അപകടം നടക്കുന്നത്. ഈ കുട്ടിയും അമ്മയും അവിടെ അലക്കാൻ വന്നതാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. പ്രാഥമികമായി പറയുന്ന ഒരു വിവരമാണ്. അതനുസരിച്ച് കുട്ടി പുഴയിലേക്ക് ഇറങ്ങി കാൽ വഴുതി വീഴുകയായിരുന്നു. കുട്ടിയെ രക്ഷിക്കുന്നതിനിടയിലാണ് അമ്മ രമ്യ സുധീഷ് മരണപ്പെടുന്നത്. രമ്യയ്ക്ക് 35 വയസ്സാണ്. സ്വകാര്യ ആശുപത്രിയിലെ ഫാർമസിസ്റ്റാണ് രമ്യയ്ക്ക് ഒഴുക്കിൽപ്പെട്ട് രമ്യ മരണപ്പെടുകയായിരുന്നു. ഇവർ 2 പേരും ഒഴുക്കിൽപ്പെടുന്നത് കണ്ട് നാട്ടുകാർ രക്ഷാപ്രവർത്തനം ഉടൻ തന്നെ ആരംഭിച്ചു. ഉടനെ തന്നെ നാട്ടുകാർ രമ്യയെ രക്ഷപ്പെടുത്തി താലൂക്ക് ആശുപത്രിയിൽ, അതായത് കുറ്റ്യാടി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചു. എന്നാൽ രമ്യയുടെ ജീവൻ രക്ഷിക്കാനായില്ല. രമ്യ കുറ്റ്യാടി താലൂക്ക് ആശുപത്രിയിൽ വെച്ച് തന്നെ മരണപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. കുട്ടിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും അവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വൈകിട്ടാണ് ഇത്തരത്തിലൊരു അപകടം അവിടെ ഉണ്ടായത്. പേരാമ്പ്ര പാലേരി തോട്ടത്താങ്കണ്ടി പുഴയിലാണ് അമ്മയും കുഞ്ഞും ഒഴുക്കിൽപ്പെട്ടത്. ഇത് കുറ്റ്യാടി പുഴയുടെ കൈവഴി പുഴയാണ്. ഇവർ കുളിക്കാൻ പോയ സമയത്താണ് ഈ 6 വയസ്സുകാരനായ മകനടക്കം ഈ അപകടത്തിൽ പെടുന്നത് എന്നുള്ളതാണ് അവിടെ നിന്നും പ്രാഥമികമായി തന്നെ നമുക്ക് ലഭിക്കുന്ന വിവരം. രമ്യ സുധീഷ് 35 വയസ്സായിരുന്നു രമ്യയ്ക്ക്. രമ്യയുടെ മകനാണ്. ആ മകനെ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. 5 വയസ്സുകാരനാണ് ആദ്യഘട്ടത്തിൽ പോലീസ് നൽകുന്ന പ്രാഥമികമായിട്ടുള്ള വിവരം. ഈ മകന് വേണ്ടി പേരാമ്പ്രയിൽ നിന്നും ഒപ്പം തന്നെ നാദാപുരം അടക്കമുള്ള മേഖലകളിൽ നിന്നും ഫയർഫോഴ്സ് യൂണിറ്റ് ഇപ്പോഴും അവിടെ തെരച്ചിൽ തുടരുകയാണ്. ഏതായാലും ഇന്ന് വൈകിട്ടാണ് ഈ ദാരുണമായ സംഭവം നടക്കുന്നത്. ഈ കുറ്റ്യാടിപ്പുഴയിൽ അതായത് കോഴിക്കോട് ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലകളിൽ വ്യാപകമായി തന്നെ വെള്ള ഒഴുക്കും ഒപ്പം തന്നെ വെള്ളക്കെട്ടും ഒക്കെ രൂപപ്പെട്ടിട്ടുണ്ട്. പുഴകളെല്ലാം തന്നെ ജലനിരപ്പിനോട് ക്രമാതീതമായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ തലത്തിലുള്ള ജാഗ്രതാ മുന്നൊരുക്കങ്ങളൊക്കെ തന്നെയും ജില്ലാ ഭരണകൂട ഭാഗത്തു നിന്നൊക്കെ നൽകിയിട്ടുണ്ട്. അതിനിടയിലാണ് അതിദാരുണമായ സംഭവം കുറ്റ്യാടിപ്പുഴയിൽ നടക്കുന്നത്. സങ്കടകരമായ വാർത്തയാണ് കോഴിക്കോട് കുറ്റ്യാടിയിൽ നിന്ന് ഇപ്പോൾ അജി കുഞ്ഞുമോൻ പങ്കുവച്ചത്. അവിടെ പുഴയിൽ ഒഴുക്കിൽപ്പെട്ട അമ്മയും കുഞ്ഞും, അതിൽ അമ്മ മരിക്കുന്നു. കുട്ടികളുടെ തിരച്ചിൽ ഇപ്പോഴും അവിടെ നടക്കുകയാണ്. അങ്ങനെ വടക്കൻ ജില്ലകളിലെല്ലാം ഇത്തരത്തിൽ മഴക്കെടുതികളുടെയും അപകടങ്ങളുടെയും ഒക്കെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.